ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി എയർ ഡ്രോപ്പ് പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനാണ്. കാറ്റിസൺ എന്നാണ് അതിൻ്റെ പേര്. നമുക്കറിയാം, നമ്മുടെ ബൈനാൻസ് ലാബ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതുമാത്രമല്ല, നമ്മുടെ ബൈബിറ്റ് എക്സ്ചേഞ്ചിലൊക്കെ ഓൾറെഡി പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളൊരു പ്രോജക്റ്റാണിത്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാതും നമ്മൾ മുന്നത്തെ വീഡിയോസ് ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള ടാസ്കിലെ കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലുള്ള ഓരോ ഓപ്ഷൻസും അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ നമ്മൾ എങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് നോക്കാം. ജസ്റ്റ് നമുക്കിവിടെ കുറച്ച് ക്യാറ്റ്സ് കാണാം. അതിനൊക്കെ അതിൻ്റെ ലെവലനുസരിച്ച് മെർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നത് ഫിഷ് കോയിൻസ് ആണ്. ഇത് നമുക്ക് ഭാവിയിൽ ഉപയോഗമുണ്ട് ഇതുകൊണ്ട്. ഓക്കെ, നമ്മൾ മൈ അസറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീക്കിറ്റി എത്ര കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഫിഷ് കോയിൻ എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഗെയിം കളിക്കുന്നത്. ജസ്റ്റ് സ്വാപ്പ് ചെയ്യുക, അത് നമുക്ക് ഗ്രേഡ് കൂടിയിട്ട് വരും. അതുപോലെ നമുക്ക് ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രോൺസ് ഉണ്ട്, അതുപോലെ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ലീഗ്, അതുപോലെ ഡയമണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈറാർക്കി ലെവൽ വരുന്നത്. മാസ്റ്റർ ലീഗ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം കളിച്ചിട്ട് നമ്മുടെ ലെവലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് നമുക്ക് ഫിഷിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല, കുറച്ച് ടാസ്ക്കാണ്. അതുപോലെ നമുക്ക് വീക്കിറ്റ് ഒരുപാട് ചിലവാകും. ഇനി ഇതിൽ ലോഞ്ച് പൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ്, ഇപ്പോൾ അവൈലബിൾ അല്ല. ജസ്റ്റ് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ വീക്കിറ്റി പോയിൻറ്റ്സ് ആണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് വീക്കിറ്റി പോയിൻറ്റ്സ്. അതുപോലെ ഈ ഒരു പച്ച കളറിൽ കണ്ടോ, അതാണ് നമ്മുടെ വീക്കിറ്റി ഇൻക്രീസ് ചെയ്യുന്നൊരു പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പെർ സെക്കൻഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, വീക്കിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മാക്സിമം സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ക്യാറ്റ്സ് ജനറേറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താൽ ഇതുപോലെ എയർ ഡ്രോപ്പ് ആയിട്ട് തന്നെ ക്യാറ്റ്സ് ലഭിക്കും. അപ്പോൾ അത് വെച്ച് മാക്സിമം ഗെയിം കളിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് എയർ ഡ്രോപ്പ് ബോണസ് ആയിട്ട് ഇങ്ങനെ ഓരോ അനിമൽസ് വരും. അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എയർ ഡ്രോപ്പ് പ്രൊജക്റ്റിൽ ഒരു ഭാഗമാകാൻ ശ്രമിക്കുക. നമുക്ക് ഫ്യൂച്ചറിൽ നല്ല എയർ ഡ്രോപ്പ് ലഭിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ്. നമുക്ക് ഒരു ട്വിറ്റർ പേജ്, അതുപോലെ ടെലിഗ്രാം ചാനലൊക്കെ ഒന്ന് ജസ്റ്റ് പരിശോധിക്കാം. അപ്പോൾ ഇത് അവരുടെ ടെലിഗ്രാം പേജാണ്. ഇതിൽ നമുക്ക് അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് ലെവൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. റോയൽ, മാസ്റ്റർ, ഡയമണ്ട്, പ്ലാറ്റിനം. അപ്പോൾ മിനിമം പ്ലാറ്റിനം ലെവൽ വരെയെങ്കിലും നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മുന്നേ ഉള്ള ലെവൽസൊക്കെ നമുക്ക് ചിലപ്പോൾ അവർ ഇഗ്നോർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ അവരുടെ ടാബിൽ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഫിഷ് കോയിൻസ് നമ്മൾ അധികം ചിലവാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കിവിടെ ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു 3900 ഫിഷ് കോയിൻസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഓക്കെ, അതുപോലെ നമുക്കിവിടെ സ്പീഡ് 2x ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് 10 മിനിറ്റിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പെയ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അത് തന്നെ നമുക്ക് ഒരുപാട് കിട്ടും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3900 ആണ്. ഇത്രയും ഫിഷ് കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക് മെർജിങ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് മാനുവലി വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ജസ്റ്റ് കയറിയിട്ട് ക്ലെയിം ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, മൈ അസറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫിഷ് കോയിൻസും അതുപോലെ വീക്കിറ്റി, SW, ക്യാറ്റി, ഇതെല്ലാം നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്കിതിൽ ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാറ്റിസൺ ടാസ്ക് ഉണ്ട്. ഇതിൽ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മുകളിൽ ഫിഷ് കോയിൻ കണ്ടില്ലേ, ഈ ഫിഷ് കോയിനാണ് ലഭിക്കുന്നത്. ജസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ മെയിൻ ഒരു ടാസ്ക് ഉണ്ട്, ഡെയിലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള. അത് നിങ്ങൾ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഡോഗ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ടോൺ കീപ്പറിൽ പോവും.
നമുക്ക് ജസ്റ്റ് ഒരു 0.008 ടോണ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് നമ്മുടെ വാലറ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ജസ്റ്റ് വൺ ടൈമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷന് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അച്ചീവ്മെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചെക്കിൻ്റെ ആ ഒരു ബോണസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. ഇതുപോലെ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.